നമ്മുടെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലോ, നമുക്ക് കാണുമ്പോൾ ഈ ഓക്കെ ഇവൻ തല്ലിപ്പൊളിയാണ് എന്ന് തോന്നില്ല. അങ്ങനത്തെ ഒരു രണ്ട് തല്ലിപ്പൊളികൾ കൂട്ടി. ഈ രേഖാചിത്രം കഴിഞ്ഞു വരുന്ന ഒരു കോയിൻസിഡൻസ് ഉണ്ട്. രണ്ടാമത്തെ ഇപ്പൊ ഒരു ടൈമില് ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പൊ കൗണ്ട് എടുക്കുകയാണ് ഏകദേശം നിയർ ടു 30 ന്യൂ ഡയറക്ടേഴ്സിന് അവസരം കൊടുത്ത ഒരാളാണ് ആസിഫിക്ക. ഇപ്പോ രണ്ടാമത്തെ സിനിമകൾ ചെയ്യുന്ന ആളുകളായിട്ട് റെഗുലർ ആയിട്ട് ഇപ്പൊ കൊളാബറേഷൻസ് വന്നെ. അപ്പൊ ഈ ഫസ്റ്റ് ഫലം അവരുടെ ഫസ്റ്റ് ഫിലിം എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. ഈ 1900 കണ്ട ഒരു മാജിക് എന്തായിരുന്നു? ശരി, 1900 ഞാൻ ഒരു ട്രാവൽ ട്രെയിനിൽ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് നമുക്ക് ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സിനിമ കാണുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നവീൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇതുപോലെ എവിടെയോ ദൂരം ഉണ്ട്, അപ്പൊ ട്രെയിനിൽ കുറച്ചധികം സമയമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഐപാഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സിനിമ കാണാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അന്ന് OTT ഒരു പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിട്ടുണ്ട് 1900. എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് ഓരോ ഐഡിയ ഇല്ല, ഇത് ആരുടെ പടമാണെന്ന് ഒന്നും അറിയില്ല. ആ സിനിമ അങ്ങ് കാണാം എന്നുള്ള രീതിയിൽ കണ്ട് നമ്മൾ തുടങ്ങി അല്ലാതെ ലൈക്ക് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മൂഡ് കിട്ടാൻ തുടങ്ങി. ആ ഒറ്റ ഇരിപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ആ സിനിമയെ കണ്ടു. ആ സിനിമയെ പറ്റി ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. കാര്യം ഇത് ഈ ഫോർമാറ്റിൽ ഇതേ കഥയിൽ പല സിനിമകളും അറ്റംപ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അതും ആ ഒരു വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത് പ്ലേസ് ചെയ്തു. ഓരോ സമയത്തും ഓരോ സിറ്റുവേഷൻസ് ഓരോ പുറത്തേക്ക് കൊണ്ടുപോയി പിന്നെ അകത്തേക്ക് വന്നു. ആ ടെൻഷൻ നമുക്ക് തന്നു, നമ്മൾ എല്ലാവരെയും സംശയിച്ചു എന്നൊക്കെ പറയുന്ന എല്ലാവരുടെയും കൂടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് കണക്ട് ആയി. അപ്പൊ അതെല്ലാം പുതിയ ആൾക്കാരും. അപ്പൊ അതൊരു ഭയങ്കര അതായത് അതിനകത്ത് ഒരു ക്രാഫ്റ്റ് ഫീൽ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഇങ്ങനെ ഇത് പേരും സ്പെഷ്യൽ ആണല്ലോ, അങ്ങനെ ഒത്തിരി പേർക്കും കാണാത്തതുകൊണ്ട് നമ്മൾ ആ പേര് സെർച്ച് ചെയ്തെടുക്കാനും പാടുണ്ടായില്ല. അപ്പൊ ഞാൻ അതിൽ വോയിസ് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഞാനാണ്, സിനിമ ഞാൻ കണ്ടു, നല്ല രസമുണ്ട്, ഒന്ന് ഫ്രീ ആകുമ്പോൾ വിളിക്കാവൂന്ന് ചോദിച്ചിട്ട് എന്റെ നമ്പറും കൊടുത്ത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തമറിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച സിനിമയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് സീരിയസ് ആയിട്ട് എടുത്ത് അപ്പൊ സർക്കിട്ടിങ് ഔട്ട്ലൈൻ ഫുള്ള പരിപാടി സർക്കിട്ട് പറഞ്ഞല്ലോ. ഞാൻ ആദ്യം ചെയ്യാൻ വിചാരിച്ച ഒരു സിനിമയായിരുന്നു. പിന്നെ യാദൃശിക 21 സർക്കിട്ട് സംഭവിച്ചു. പിന്നെ ഈ കഥ പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ട്രെയിലറൊക്കെ കണ്ടപ്പോഴേ ആളുകൾക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പൊതുവേ NRIs ആയിട്ടിരിക്കുന്ന ആളുകൾ കുട്ടികള് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ ശരിക്കും അവരുടെ. അപ്പം രണ്ടുപേരും മോസ്റ്റ്ലി വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അവർക്ക് കുട്ടികളെ ഒരു സ്ഥലത്ത് മാനേജ് ചെയ്യണം, അവരുടെ പ്രൊഫഷണൽ ലൈഫ് മാനേജ് ചെയ്യണം, പോരാത്തതിന് അവർ വേറൊരു കൺട്രിയിലും കൂടെയാണ്. അപ്പം ഈ 3 ഫാക്ടറും കൂടെ സർക്കിട്ടിന്റെ സിനിമയെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ടോ, സംസാരിക്കുന്നുണ്ടോ സർക്കിട്ട്? സ്വാഭാവികമായിട്ടുണ്ട്. കാരണം അല്ല, അങ്ങനെ ഭയങ്കര പൈസയൊന്നും ഇല്ലാണ്ട് അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന രണ്ട് ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഏത് രീതിയിൽ കൊണ്ടു നടക്കുന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതല്ലേ ഡയറക്ടർ പറയാൻ ഉദ്ദേശിച്ചത്? തന്നെയല്ലേ ഈ പറഞ്ഞ 3 ആംഗിളും ഇവരുടെ ഫാമിലിയിലുണ്ട്. പ്ലസ് അതൊരു ഇപ്പൊ ബ്രോ പറഞ്ഞ ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇവരുടെ ജോലി, അതിനൊക്കെ പുറമെ ഒരു ADHD ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ ഉള്ള കുട്ടിയാണെങ്കിൽ അത് കുറച്ചും കൂടെ ടഫാവും ആ ഒരു സിറ്റുവേഷൻ. കാരണം മറ്റേ നമുക്ക് വീട്ടിൽ കയറി വരുമ്പോൾ ചിലപ്പോൾ സമാധാനത്തിന് പകരം അത് വേറൊരു മൂഡിലോട്ടൊക്കെ പോകും. അപ്പോൾ ആ ഒരു പ്രഷറും കൂടെ ഉണ്ടാവുന്നുള്ള പ്രശ്നങ്ങളും കോംപ്ലക്സിറ്റിയും ഒക്കെയാണ് ഇവരുടെ ജീവിതം. ഫീൽ ചെയ്ത ശരിക്കും ആ ആംഗിൾ കഥ വായിച്ചപ്പോ? ഉറപ്പായിട്ടും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തതും. കാരണം എപ്പോഴും നോർമലി ഉള്ള കുട്ടികളെക്കാളും ഇങ്ങനെ കുറച്ചും കൂടെ ഹൈപ്പർ ആകുമ്പം ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ആ ഒരു ഇതുണ്ടാവും, ആ ഒരു കൺസേൺ എപ്പോഴും ഉണ്ടാവും ഉള്ളില്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ന്യൂക്ലിയർ ഫാമിലിയില് വേറെ ആകെ അച്ഛനും അമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പം കൊടുക്കേണ്ട കെയറിങ് ആണെങ്കിലും ടൈം ആണെങ്കിലും ഒക്കെ എല്ലാം ബാധിക്കുമല്ലോ അതിനെ. അപ്പൊ ആ രീതിയിലുള്ള ആ ഒരു സൈഡും കൂടെ പറഞ്ഞു പോകുന്നുണ്ട് സിനിമയില്.